ഹായ് ഗായ്സ്, ISSTയുടെ ഒരു കാര്യം പറയാനാണ്. ബില്ല് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ അവർ എനിക്ക് അയച്ചു തന്ന സർട്ടിഫിക്കറ്റും ഒക്കെയാണ് ഇത്. അതിൻ്റെ കവർ ഞാൻ കളയത് വെച്ചത്. ഇതിൽ എഴുതിയേക്കുന്നത് ടു ശോഭ സോമനാഥ്, കുമ്പനാട്, തിരുവല്ല. പിൻകോഡുണ്ട്, ഫോൺ നമ്പറുണ്ട്. ഫ്രം International School of Skill Development, യൂണിവേഴ്സിറ്റി ജംഗ്ഷൻ, കളമശ്ശേരി, കൊച്ചി. ഡു നോട്ട് ഫോൾഡ് എന്നും എഴുതിയിട്ടുണ്ട്. ഒരു ബാർകോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ കമൻറ്റ് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. അവർ എന്നെക്കുറിച്ച് ഇട്ടത്. എന്നെക്കുറിച്ച് എന്തറിയാം, എനിക്ക് ലാംഗ്വേജ് അറിയുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എന്തറിയാം. പ്ലേ സ്കൂൾ മുതൽ 4ാം ക്ലാസ് വരെ ICSE സിലബസ് പഠിച്ച് വന്ന കുട്ടിയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് 10 വരെ CBSE സിലബസ്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, 3ാം ക്ലാസ് ഞാൻ പഠിച്ച സമയത്ത് അതിനകത്ത് വന്നൊരു ചോദ്യം, സയൻസാണ്. അതിനകത്ത് വന്നൊരു ചോദ്യം, what is a stomach? Stomach is a functional distraction and it has a village and to make digest food. ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്. അത്ര പൊട്ടയൊന്നുമല്ല. വിത്ത് പ്രൂഫ് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ കാണിക്കാം. എൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ എടുക്കാം. ഇതെൻ്റെ ഫയല്. അതിനകത്താണ് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇരിക്കുന്നത്. ഓപ്പൺ ചെയ്യാം. 10 നമുക്ക് നേരെ എടുത്ത് നോക്കാം. തിരിച്ചു വെക്കാം, എങ്കിലേ ശരിക്കും അത് കാണാൻ പറ്റത്തുള്ളൂ. എല്ലാത്തിനും Aയും Bയും ഒക്കെ ഉള്ളൂ. ഇതില്ലാത്തതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഉണ്ടാക്കിയെടുത്തതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വിത്ത് ഇയറാണ്. പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. അത്രയും പഠിച്ച് വന്ന ഒരാൾക്ക് ലാംഗ്വേജ് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. അതും CBSE. അഹങ്കാരത്തോടെ തന്നെ പറയും, CBSE തന്നെ പഠിച്ചത്. എന്താണെന്ന് വെച്ചാലേ, 1ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലേ സ്കൂൾ മുതൽ 10 വരെ ജയിപ്പിച്ച് വിടുന്ന പരിപാടി അവിടെ ഇല്ല. തോപ്പിക്കും. CBSE സ്റ്റുഡൻസിനും ICSE സ്റ്റുഡൻസിനും അറിയാം എങ്ങനെ എത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ചാലും നമുക്ക് ജയിച്ച് കയറാൻ പറ്റും എന്നുള്ളത്. ഞാൻ ആ എക്സാം എഴുതുന്ന സമയത്ത് ഞങ്ങളുടെ വീട് ഓടിട്ട വീടാണ്. അതെല്ലാം പൊളിച്ചിട്ട് പുതിയ ഇതെല്ലാം വെച്ച് ഇരിക്കുന്ന ടൈം. ആ സമയമാകുമ്പോഴാണ് എൻ്റെ അമ്മ ഗൾഫിലേക്ക് പോകുന്നത്. ഞാനാണ് ധൈര്യം പറഞ്ഞു കൊടുത്തത് എൻ്റെ അമ്മയ്ക്ക്. അമ്മ പോക്കോ, ഞാൻ നോക്കിക്കോളാം, കുഴപ്പമൊന്നുമില്ല. കേരള സിലബസ് തിരഞ്ഞെടുത്തു. മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനും പറ്റും. കാരണം ടീച്ചേഴ്സ് പറയുന്ന അനുസരിച്ച് തന്നെ അതേ സ്പീഡിൽ ഈ ഇടത്തെ കൈയും വെച്ച് എനിക്ക് എഴുതാൻ പറ്റുമായിരുന്നു. അഭിമാനത്തോടെ തന്നെ ഞാൻ പറയും, ഞാനൊരു ലെഫ്റ്റ് ഹാൻഡറാണ് എന്ന് വെച്ച് ഞാൻ LDF-കാരിയല്ല. അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലാണ് ഞാൻ പഠിച്ചുകൊണ്ട് വന്നത്. ഗവൺമെൻറ് ഓഫ് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ, അതിൻ്റെ GTECൽ നിന്ന് ടീച്ചേഴ്സ് വന്ന് എക്സാം നടത്തിയിട്ട് 91 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തു. അതിൻ്റേതും അത് കഴിഞ്ഞിട്ട് BCom ചേർന്നു, കോളേജിൽ പഠിച്ചു. പിന്നെ എനിക്ക് അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് കാണണം. ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ്. ബാംഗ്ലൂർ മാരേജ് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നം കാരണമാണ് ഷാർജയിൽ പോയിട്ട് ജോലി കിട്ടാഞ്ഞത്, അല്ലാതെ നിങ്ങളുടെ പ്രശ്നമല്ല എന്ന്. അവിടെ 1 വർഷമാണ് ഞാൻ ജോലി ചെയ്തത് അക്കൗണ്ടൻ്റായിട്ട് അജ്മാനിൽ.
ഇംഗ്ലീഷിൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാനോ തിരിച്ച് പറയാനോ എടുക്കാനോ വല്ലതും ഉണ്ടെങ്കിൽ പറ. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ തിരിച്ച് റിപ്ലൈ തരാം. നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. ഓരോ നെണ്ണിപ്പറക്കി ഞാൻ എടുത്ത് പറയാം. ഇനി പ്രൂഫും കൂടെ ഉണ്ട്. അത് എൻ്റെ പിക്ചർ ഇല്ലാതെ തന്നെ ഞാൻ ഇട്ടേക്കാം. അത് നിങ്ങളുടെ കമൻറ്റ് വിട്ടേക്കാം. ഓരോരുത്തർ അക്കൗണ്ടൻ്റായിട്ട് അവിടെ വന്ന് കഷ്ടപ്പെട്ട് എത്ര ദിവസം കിടന്ന് വന്നറിയ പട്ടിണി കിടന്നും വെള്ളം കുടിക്കാതെയൊക്കെയാണ് ഓരോ ദിവസത്തെ കാര്യങ്ങൾ നീക്കി കമ്പനിയുടെ കൊണ്ടുപോകുന്നത്. അതൊന്നും അറിയാതെ ചുമ്മാ ഇവിടെ ഇരുന്ന് ബില്ലിങ് ചെയ്യുന്നതും അങ്ങനെയൊന്നുമുള്ള ഒരു ജോബേ അല്ല UAE അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം കാണുന്നത് ഞങ്ങളവിടെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനാണ്. അത് ഞാനുണ്ട് സൈഡില്ല. ഞാൻ ആ ഫോട്ടോ എടുക്കുന്ന കണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചേച്ചിയുടെ പുറകിലായിട്ട് ഞാൻ ഇച്ചിരി മാറി നിൽക്കുക. അല്ലാതെ ഇവിടെ ചെയ്യുന്ന പോലുള്ളൊരു രീതിയല്ല അവിടുത്തെ അക്കൗണ്ടൻറ്റ് ജോബെന്ന് പറയുന്നത്. നല്ല പ്രഷറാണ്, നല്ല ടെൻഷനാണ്. ISSTക്കാർ നിങ്ങളെന്താ പറഞ്ഞത്? എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ലെന്ന്. ലാംഗ്വേജ് അറിയാത്ത ഒരാൾ ഒരു വർഷം എങ്ങനെ അവിടെ പിടിച്ച് നിൽക്കുന്നത്? അതും കൂടെ ഒന്ന് പറയണം നെക്സ്റ്റ് വീഡിയോയിൽ. ചില സമയത്ത് കമ്പനി പറയുന്ന സമയത്തെ നമുക്ക് ജോബ് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റത്തുള്ളൂ. അതുവരെ അവിടുത്തെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നോക്കി എടുത്തു എല്ലാം ചെയ്തു തുടങ്ങി. സൺഡേ പോലും ലീവ് കാണത്തില്ല, വെള്ളിയാഴ്ചയും കാണത്തില്ല. ഇത്രയേ ഉള്ളൂ ISSTക്കാരോടും പറയാൻ.